ആ രാത്രിയിൽ, ലൈലത്തുൽ ഖദറിൻ്റെ രാത്രികളിൽ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിക്കപ്പെടുന്ന അവസാനത്തെ 10 രാവുകളിൽ നാം എന്താണ് ചെയ്യേണ്ടത്? പ്രധാനമായും 3 കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അതിലൊന്ന്, രാത്രിയിൽ സാധിക്കുന്നത്ര ദീർഘമായി ഖിയാമുൽ ലൈൽ നമസ്കരിക്കുക. തറാവിയഹ്, തഹജ്ജുദ് തുടങ്ങിയ നമസ്കാരങ്ങൾ ധാരാളമായി നമസ്കരിക്കുക. രണ്ടാമത്തത്, ധാരാളമായി മഗ്ഫിറത്തിന് വേണ്ടി, മാപ്പിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബയെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നാം റഹ്മാനായ റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യണം. ആ ദുആകളിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ദുആ ചെയ്യേണ്ടത് മാപ്പിന് അപേക്ഷിക്കലാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന ദുആ ധാരാളമായി നാം നിർവഹിക്കണം. മൂന്നാമത്തത്, ധാരാളമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഇബാദത്തുകൾ ചെയ്യണം. ഖുർആനിൻ്റെ പാരായണം, ദിക്റുകൾ ചൊല്ലൽ, ധാരാളമായി പ്രാർത്ഥിക്കൽ. അങ്ങനെ ഈ 10 ദിവസങ്ങളിലും, അവസാനത്തെ 10 ദിവസങ്ങളിലും, പ്രത്യേകിച്ച് രാത്രികളിൽ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഇഅ്തികാഫ്. അപ്പോൾ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ടും മറ്റു ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അവർ എന്ത് ചെയ്യട്ടെ? ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയും ആ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയെ സജീവമാക്കുകയും ചെയ്യട്ടെ. മാത്രമല്ല, നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസുകളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച പദം ഫബ്തഗൂഹ, നിങ്ങളതിനെ തേടണം, അന്വേഷിക്കണമെന്നാണ്. തഹറൗ എന്നുള്ള വേർഡുകളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇൽതമിസൂഹ എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം. ലൈലത്തുൽ ഖദർ കിട്ടാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹവും പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് വേണം.